തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വാർഡുകളിൽ രോഗികൾക്ക് ഇപ്പോഴും നരകയാതനയാണ്. നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജിൽ വെറും തറയിൽ പുഴുക്കളെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യർ. തണുത്ത തറയിൽ ഓക്സിജൻ ട്യൂബിട്ട് ജീവശ്വാസം വലിച്ചു കിടക്കുന്ന രോഗി. ഹൃദ്രോഗിയായ മനുഷ്യൻ കട്ടില് കിട്ടാൻ കാത്തുകിടക്കുന്നത് സ്ട്രക്ചറിൽ. ശ്വാസമുട്ടൽ കൂടിയെത്തിയ രോഗിയും സ്ട്രോക്ക് വന്ന മനുഷ്യനും ഒരു കട്ടിലിൽ ഒന്ന് തിരിയാൻ പോലും ആകാതെ കിടക്കുന്നു. വരാന്തയിൽ കിടക്കുന്ന രോഗികൾക്ക് നിലത്തിരുന്ന് കുത്തിവയ്പ്പെടുക്കുന്ന നഴ്സുമാർ. നവീകരണത്തിന്റെ പേരിൽ സർജിക്കൽ ബ്ലോക്ക് ഒഴിപ്പിച്ചത് 2022-ൽ. 23-ൽ പുതിയ കെട്ടിടം പണി തീർക്കുമെന്നായിരുന്നു വാഗ്ദാനം. 16 മുതൽ 19 വരെ വാർഡുകളിൽ ഉൾക്കൊള്ളേണ്ട രോഗികളാണ് മറ്റു വാർഡുകളിൽ തറയിൽ കിടക്കുന്നത്. ജനറൽ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളുമൊക്കെ വൻ സെറ്റപ്പാണെന്ന തള്ളലല്ലാതെ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ചികിത്സിക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് കൂടിയാണ് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തെത്തി വേണുവിന് ഇരേ ആശുപത്രി തറയിൽ കിടക്കേണ്ടി വന്നതും. മെഡിക്കൽ കോളേജ് രോഗികൾക്ക് ഇപ്പോഴും നരകയാതന. അപ്പൊ എപ്പോഴാ നരകയാതന ഇല്ലാതിരിക്കുക? ഈ ഇപ്പോഴും എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എപ്പോഴെങ്കിലും അത് അല്ലാതിരുന്നിട്ടുണ്ടോ? ഇനി അല്ലാതെ ആകുമോ? അതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളത്. കാര്യം 4 വർഷം മുമ്പ് എൻ്റെ അമ്മയെയും കൊണ്ട് അവിടെ കിടന്നപ്പോൾ ഇതേ സിറ്റുവേഷൻ, ഈ സെയിം സിറ്റുവേഷൻ, ടോയ്ലറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒരു കിടക്കയിൽ. ഇപ്പൊ എൻ്റെ അമ്മേനെ ഡയാലിസിസ് കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തിയ പേഷ്യൻ്റാണ്. അപ്പൊ ആ ഒരു അമ്മയുടെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ബെഡിൽ തന്നെ ഒരു വ്യക്തിയെ കൂടെ ഡയാലിസിസ് കഴിഞ്ഞ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇനി ആ 2 പേര് കിടത്തിയിരിക്കുന്ന ആ ഒരു ബെഡിൽ തന്നെ ഒരാൾ കൂടെ കിടത്താൻ പറ്റുമെങ്കിൽ അവർ ചെയ്യും അത്. പിന്നെ അതിന്റെ താഴെയും പേഷ്യൻ്റാണ്, തറയിലൊക്കെ പേഷ്യൻസാണ്. എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ജീവനക്കാരുടെ കുറവ് ക്രമാതീതമായി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഈ നഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നഴ്സിങ് കഷ്ടപ്പെട്ട് പഠിച്ച് അവര് PSC ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ജോലി കിട്ടുന്നത്. അവർക്ക് ആ ജോലിക്ക് ആ ജോലി എഴുതി ഒരു 5 വർഷത്തേക്ക് 6 വർഷത്തേക്ക് എഴുതിയിട്ട് അവർ വിദേശത്ത് പോകും. കാരണം ഇവിടുത്തെ ശമ്പളത്തിനേക്കാൾ ഇരട്ടിയുടെ ശമ്പളം അവിടെ കിട്ടും. തിരിച്ചു വന്നാൽ സേഫുമാണ്. എന്താ പരിപാടി? ആ ഒരു വാക്കന്റ് ഒരിക്കലും നികത്തൂല. ആ വാക്കന്റ് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ഇതുപോലെ എത്രയെങ്കിലും ജീവനക്കാരാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്ന്. ഒരുപാട് കാര്യങ്ങൾക്ക് ഗവൺമെന്റ് വെറുതെ കാശ് കളയുന്നു. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ട രോഗികൾ പെടാപ്പാട് നരകയാതനയാണ് അനുഭവിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ. കാശുണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോവാം, അവർ തൊഴിലുകൊണ്ട് നിൽക്കും. നമ്മൾ കുന്തി ഇരിക്കണേന് വരെ പൈസ മേടിക്കുന്ന ആൾക്കാരാണ്.